കലാകാരന്മാർ പൊട്ടിക്കുന്ന അടങ്ങണം. ഈ അടുത്ത് തുടങ്ങിയുള്ളത് ചാനല്. പക്ഷെ നീ ഇവിടെ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണ്ട. അവൻ ഭയങ്കര സൗമ്യമായിട്ട് അടിപൊളി അടിപൊളി. ആ സ്കിറ്റ് കളിച്ചപ്പോൾ ഞാൻ സെറ്റപ്പ് കണ്ടപ്പോൾ അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചോട്ടാന്ന് തോന്നി. അതേ ഉള്ളൂ ഇവരുടെ ബന്ധം. നിങ്ങളുടെ പ്രേമവും ഒളിച്ചോട്ടം ഒക്കെ അവിടെ പറയുന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് 24 വർഷം എന്നിട്ട് ഈ നട്ടപ്പുറം വെയിലത്ത് പിടിച്ചു നിർത്തി. അത് ശിഷ്യല്ലല്ലോ, വെയില്. പിന്നെ ഞങ്ങളോടൊപ്പം ചാനല്. പക്ഷെ നീ ഇവിടെ ആയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണ്ട. അവൻ ഭയങ്കര സൗമ്യമായിട്ട് അടിപൊളി അടിപൊളി. പക്ഷെ എനിക്കിട്ടൊരു ഇടി തന്നെ അവിടെ വെച്ച് ആ ചാടി കസേരയിൽ ഇരുന്നില്ലേ. അയ്യോ അപ്പൊ കസേര വന്നിരുന്നു. ചുമ്മാ പറഞ്ഞതാ. എന്തായാലും ഒത്തിരി സന്തോഷം. ഞങ്ങളൊക്കെ ഇതുപോലെ ചാനലുള്ളതുകൊണ്ട് മുമ്പിലേക്ക് വന്ന ആൾക്കാരാണ്. ഇതിനു മുമ്പ് ഒത്തിരി കലാകാരന്മാരുണ്ടായിരുന്നു, നല്ല നല്ല കലാകാരന്മാരുണ്ട്. അവരൊന്നും എത്തപ്പെടാന്നത് ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു അവർക്ക് അങ്ങനെ പറ്റിയത്. പക്ഷെ ഇപ്പോൾ തന്നെ ഏത് കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ എക്സാമ്പിൾ അബീക്കല്ലേ. അതെ അതെ, ഒത്തിരി പേരുണ്ട്. അബിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാം, അതിൽ ഒട്ടും അറിയാൻ മേലാത്ത ഗംഭീര ആർട്ടിസ്റ്റുകളുണ്ട്. ഇന്നലെ എൻ്റെ ഫ്ലാറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ പറഞ്ഞ് അറിയും. ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കലാകാരൻ, ഹ്യൂമർ ചെയ്യണം, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള കലാകാരനാണ്. എൻ്റെ ഫ്ലാറ്റിൽ ഇന്നലെ സെക്യൂരിറ്റി ആയിട്ട് വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കലാകാരന്മാർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യം തന്നെ. കലാകാരന്മാർ പൊട്ടിക്കുന്ന അടങ്ങണം. ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി പങ്കെടുത്തില്ലേ. അതിനു മുമ്പ് ഞാനിത് കണ്ടിട്ടില്ല. അല്ല അതല്ല അല്ല, ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇത് ഈ ബിഗ് ബോസ് ഞാൻ പോയി പങ്കെടുക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്ത് അവിടെ സീസൺ 1 ഗ്രാൻഡ് ഫിനാലേക്ക് ഞാൻ സ്കിറ്റ് കളിച്ചത്. അവിടെ പോയി ആ സ്കിറ്റ് കളിച്ചപ്പോൾ ഞാൻ സെറ്റപ്പ് കണ്ടപ്പോൾ അടുത്ത പ്രാവശ്യം എന്നെ വിളിച്ചോട്ടാന്ന് തോന്നി. അതേ ഉള്ളൂ ഇവരുടെ ബന്ധം. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ അറിയണത്. ബിഗ് ബോസ് കാണുന്നതുകൊണ്ടാണോ ടി വി കൊടുത്തത്? ബിഗ് ബോസ് കാണുന്നതുകൊണ്ടല്ല, ടി വി നേരത്തെ കൊടുത്താ. ഞങ്ങൾ ഒരാൾക്ക് കൊടുത്തു വിട്ടു, പിന്നെ വാങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ വീടും കൂടി കൊടുത്തായിരുന്നു കൂടെ. അത് കാരണം പിന്നെ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ വേറെ എടുത്തില്ല. ഇപ്പൊ ഞാൻ പുറത്തോട്ട് പോകണം. ഹോട്ടൽ നടത്തുന്നവരാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കലെന്ന് പറയുന്ന പോലെ കേട്ടോ. അതെ അതെ അതെ. അല്ല ടി വി അല്ല, നമ്മളിപ്പോഴും ഫോണിലായിരിക്കുമല്ലോ. പിന്നെ അതുമല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല കുട്ടികളില്ലാന്ന്. അപ്പൊ അതിന് പട്ടിക്കുട്ടികളുണ്ട് കുറച്ച് പേര്. അല്ല, സാധിച്ചേട്ടൻ ഒരുപാട് ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ചാരിറ്റി സ്വീകരിക്കുന്നു. ഇല്ല, ഇപ്പോഴും പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് 10 രൂപ ഒരാളൊക്കെ കൊടുക്കാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ ചെറുപ്പം മുതൽ അല്ല അങ്ങനെയൊക്കെ കിട്ടി കഴിച്ചു വളർന്ന ആൾക്കാരത്. ഞങ്ങൾ 10 മക്കളാണ്. അപ്പം ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ ചോറുണ്ടാവും. അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വീകരിച്ച ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം കൊടുക്കാൻ. എൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ ഒരാൾക്ക് പുറത്ത് മേടിച്ച ആർക്കൊന്നും കൊടുക്കൂല. എൻ്റെ കയ്യിലുള്ളതെന്ന് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യും. അതിന് സമ്പൂർണ്ണ സപ്പോർട്ടാണ് വൈഫ്. തീർച്ചയായിട്ടും. എന്നെ മാത്രം ആർക്കും കൊടുക്കാതിരുന്നാൽ മതി, കുഴപ്പമില്ല. അതെ, സത്യം പറഞ്ഞ ഇന്നർ വെയർ പോലും ഞാനൊന്നും കാശ് കൊടുത്ത് ഞാൻ മേടിക്കാൻ പോകാറില്ല. ഒരു പോകുമ്പോഴേക്കും മേടിച്ചു. ഈ ഷർട്ട് ഞങ്ങൾ ഇന്നലെ വാങ്ങിയതാ. അപ്പൊ ചേട്ടൻ ഇന്ന് രാവിലെ അത് ഇട്ടതാ. എന്റെ ഭാഗ്യത്തിനത് മാറിയല്ല. അല്ല, എന്താണ് പാന്റിന്ന് മുമ്പിലോട്ട് വന്നത്? ഇത് നല്ല കംഫർട്ടാ. ഇതിപ്പോ കുറച്ച് നാളായിട്ട് ഇത് തന്നെ ഉപയോഗിക്കണത്. ഇതാകുമ്പോഴത്തേക്ക് 150 രൂപ 160 രൂപ ഉള്ളൂ. മറ്റേ ജീൻസ് എടുക്കുമ്പോൾ 1200 1300 ആവൂലേ. അത്രേ ഉള്ളൂ. ഷർട്ട് 350 രൂപ ഉള്ളൂ. ഞാൻ അങ്ങനെ കോസ്റ്റ്ലിയാ. ഞാൻ ഭയങ്കര ഒരു ഇല്ല, ഇത് 350 രൂപ 400 രൂപ ആവൂല. എത്രയാ? അതൊക്കെ റയർ ആട്ടാ അങ്ങനെ കിട്ടണത്. അല്ല, ഇത് ഞങ്ങള് സ്റ്റുഡിയോന്ന് മേടിച്ചത് 390. പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് നീ കഴിഞ്ഞാൽ 10 പേരുണ്ടാവും ഒരുപോലെ. ഇന്നലെ പറഞ്ഞു പിന്നല്ലേ, അത് പല ലുക്കുണ്ട്. പ്രാന്തൻ ലുക്കുണ്ട്. ഇല്ല. അപ്പൊ എന്തായാലും ഇതിപ്പോ ഞാനാണെങ്കിൽ ഷൂ ഉപയോഗിക്കണമെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യണ ഷൂ ആയിരിക്കും എനിക്ക്. അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി. എന്നിട്ട് ഞങ്ങൾ എന്താ ഒരു 2 ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ചോദിക്കും ഇയാൾക്ക് ഇത് മാത്രം ഉള്ളതെന്ന് ചോദിക്കും. അത് കാരണം മാറ്റി ഇടാൻ. അല്ല, നിങ്ങളെന്താ ഒരുപോലത്തെ ഡ്രസ് ഇടാത്ത? ഏത് മീൻസ് കളറാ? ഇത് മാച്ചിങ് ആദ്യം ഞാൻ ഇട്ടതാട്ടാ.